ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിൽ CPM നേതാവ് E.P. ജയരാജന്റെ ആത്മകഥയിലെ പരാമർശങ്ങൾ വിവാദത്തിൽ. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രയാസമുണ്ട് എന്നും പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ല എന്നും കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ആത്മകഥയിൽ പറയുന്നു. പാലക്കാട്ട് ഇടത് സ്ഥാനാർത്ഥി P. സരിൻ അവസരവാദിയെന്നും പരാമർശമുണ്ട്. പ്രചരിക്കുന്നത് തന്റെ ആത്മകഥയിലെ ഭാഗങ്ങളല്ല എന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും E.P. ജയരാജൻ പറഞ്ഞു. വിവാദത്തിന് പിന്നാലെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് DC ബുക്സ് മാറ്റിവെച്ചു. E.P. ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ആത്മകഥയിലെ സുപ്രധാന ഭാഗങ്ങളാണ് പുറത്തുവന്നത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിൽ വിഷമമുണ്ടെന്നും പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ലെന്നും പ്രസക്ത ഭാഗങ്ങളിൽ പറയുന്നു. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമാക്കിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും വിമർശനമുണ്ട്. എന്നാൽ ആത്മകഥ താൻ എഴുതി തീർന്നിട്ടില്ലെന്നും DC ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും E.P. ജയരാജൻ പറഞ്ഞു. ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, ഞാനിത് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ നിലപാട് കേന്ദ്ര കമ്മിറ്റിയിൽ നേരത്തെ വിശദീകരിച്ചിരുന്നുവെന്നും ആ കൂടിക്കാഴ്ച വ്യക്തിപരമായിരുന്നുവെന്നും പുസ്തകത്തിലുണ്ട്. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഒരു തവണ മാത്രമാണ് അവരെ കണ്ടതെന്നും അതും പൊതുസ്ഥലത്ത് വച്ചായിരുന്നെന്നും E.P. തുറന്നു പറയുന്നു. പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി സരിനെതിരെ കടുത്ത വിമർശനവും പുസ്തകത്തിലുണ്ട്. P. സരിൻ അവസരവാദിയാണെന്നും സ്വതന്ത്രർ വയ്യാവേലിയാകുന്നത് ഓർക്കണമെന്നും EMS തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും പുസ്തകത്തിൽ പറയുന്നു. PV അൻവറിന്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് E.P. ജയരാജൻ സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിക്കുന്നത്. വോട്ടിംഗ് ദിനത്തിൽ പുറത്തുവന്നിരിക്കുന്ന ആത്മകഥയിലെ പ്രസക്ത ഭാഗങ്ങൾ പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതേസമയം വിവാദങ്ങൾക്ക് പിന്നാലെ പുസ്തകത്തിന്റെ പ്രകാശനം മാറ്റിവെക്കുന്നതായി DC ബുക്സ് സാമൂഹ്യമാധ്യമങ്ങളിലൂടെ അറിയിച്ചു. അമൃത ന്യൂസ്, കണ്ണൂർ.